പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 53. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ബെഞ്ചിലേക്ക് കിടന്ന് അവളുടെ മടിയിലേക്ക് തലവെച്ചു. പെട്ടെന്നായതുകൊണ്ട് ശ്രീ ആകെ പേടിയോടെ ചുറ്റും നോക്കി. കണ്ണേട്ടാ, ആരെങ്കിലും കാണും, അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി നീക്കാൻ ശ്രമിച്ചു. ആര് കാണാൻ? ആരും കാണില്ല. അവൻ നിസാരം പോലെ പറഞ്ഞ് അവളുടെ കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് ചേർത്ത് വെച്ചു. അവൾ വീണ്ടും ചുറ്റുമൊന്ന് നോക്കി. അടുത്തെങ്ങും ആരെയും കാണാനില്ല. ദൂരെ മാറിയുള്ള ഇതുപോലെ ബെഞ്ചിൽ വേറെ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം ചെറിയ പിള്ളേരാണ്, കോളേജിലൊക്കെ പഠിക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾക്കൊന്ന് ആശ്വാസം തോന്നി. ശ്രീ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആളതൊന്നും ശ്രദ്ധിക്കാതെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ബാക്കി പറയ്, അവൾ മസാജ് ചെയ്യുന്നതിനിടയിൽ അവൻ്റെ മുടിയിലൊന്ന് പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, സ്വന്തം കാര്യം അറിയാൻ എന്താ ഒരു ഇൻട്രസ്റ്റ്. കണ്ണൻ തിരിച്ച് അവളെയും ഗൗരവത്തിൽ നോക്കി. അതിന് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു, ക്യൂട്ടായിട്ട്. ബാക്കി പറയ് കണ്ണേട്ടാ, ശ്രീ കെഞ്ചി. അവൾക്ക് അവൻ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ തന്നെ താൻ ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ കേൾക്കാനായി അവൾക്ക് അതിലും തിടുക്കമായി. അപ്പോൾ അമ്മ എന്തു പറഞ്ഞു? അമ്മ എന്തു പറയാൻ, നേരത്തെ പറയാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചു. നല്ലൊരു സുന്ദരി കൊച്ചായിരുന്നു, ഞാനായിട്ട് നിന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞെന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. കണ്ണൻ ഒന്ന് ചിരിച്ചു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ആദ്യമായി തന്നെ നിന്നെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നുവെന്ന്. പക്ഷേ 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ എങ്ങനെ വിവാഹം കഴിക്കാനാണെന്ന് കരുതിയാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഞാൻ അറിയിക്കാതിരുന്നത്. പക്ഷേ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിന്നെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ആദ്യമൊക്കെ ഒരു വിഷമം പോലെ തോന്നി, പിന്നെ അതുമായി പൊരുത്തപ്പെട്ടു. പക്ഷേ എന്നാലും എവിടെയൊക്കെയോ ആലോചിക്കും, നീ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഈ ആഗ്രഹിച്ചത് സ്വന്തമാകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. അതുപോലെ ആയിരിക്കാം എനിക്കാണെങ്കിൽ. പ്രായം കൂടി വരുന്നതല്ലേ. മനുവിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞതും ആകെ അവതാളത്തിലായി. അച്ഛനില്ലാത്തൊരു കുറവ് ഒരിക്കലും അമ്മയെയും ദേവൂട്ടിയെയും അറിയിക്കാതെ നോക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അമ്മ കരയുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ ആയപ്പോഴാണ് എങ്ങനെയെങ്കിലും ഒരു വിവാഹത്തിന് സമ്മതിക്കാമെന്ന് കരുതിയത്. ദേവൂട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ടും രക്ഷ കാണാതെ വന്നപ്പോൾ സമ്മതം മൂളി. കണ്ണേട്ടൻ എന്താണ് പാലക്കാട് നിന്ന് വിവാഹം ചെയ്തത്? അത് അമ്മയുടെ വകയിൽ ഏതോ ബന്ധു വഴി അങ്ങനെയൊക്കെ ആലോചന പോയതാണ്. ഞാനന്ന് വിവാഹത്തിന് സമ്മതം മൂളിയപ്പോൾ പിറ്റേ ദിവസം തന്നെ അവർ വിവാഹാലോചനയുമായി വീട്ടിലെത്തി. ഞാൻ ആ സമയം മുംബൈയിലായിരുന്നു. പെണ്ണ് കാണലൊക്കെ അവരായി തന്നെ നടത്തി. നിശ്ചയമൊന്നും ഉണ്ടായിരുന്നില്ല, നേരിട്ട് വിവാഹമായിരുന്നു. അനു പറഞ്ഞതുപോലെ ഞാനും അന്നായിരുന്നു അവളെ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ സമ്മതം പറഞ്ഞു പോയി എന്നതുകൊണ്ട് മാത്രം ആ വിവാഹത്തിന് ഞാൻ അണിഞ്ഞൊരുങ്ങി നിന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് വിവാഹത്തിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമോ വിവാഹത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളോ ഒന്നും ഇപ്പോഴും ഇല്ല. എന്നിരുന്നാലും വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടിയെ നല്ലതുപോലെ നോക്കണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. സ്ത്രീ ദേവിയാണെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയെയും ഒരു ദേവിയെപ്പോലെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ നോക്കുന്നത് പോലെ നോക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് വിവാഹ വേഷത്തിലാണ് ഞാൻ അനുവിനെ ആദ്യമായിട്ട് കാണുന്നത്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റൊന്നും അപ്പോൾ എനിക്ക് അവളോട് തോന്നിയിട്ടില്ല കേട്ടോ. കാര്യമായി പറയുന്നതിൻ്റെ ഇടയിൽ കണ്ണനൊന്ന് തമാശ പറഞ്ഞ് അവളെ നോക്കി കളിയായി ചിരിച്ചു കാണിച്ചു. ശ്രീ അവൻ്റെ തലമുടിയിൽ ഒന്ന് പിടിമുറുക്കി. പിന്നെന്തായി, ബാക്കി പറ, അവൾ വീണ്ടും അറിയാനുള്ള ആവേശത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു. കണ്ണന് അവളുടെ ചോദ്യവും മുഖഭാവവും ഒക്കെ കണ്ട് ചിരിയാണ് വന്നത്. പിന്നെന്താ, കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് നൈറ്റ് ആയി. അവൻ അതൊന്ന് ഊന്നി പറഞ്ഞു. ശ്രീ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ഞാനിപ്പോഴും കന്യകനാണ്. കണ്ണൻ അവളുടെ വയറിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. അടങ്ങിക്കിടക്ക്. ശ്രീ അവൻ്റെ കൈ പിടിച്ചു വെച്ചു. എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞൊക്കെ തുടങ്ങാമെന്നൊക്കെ കരുതിയാണ് ഞാൻ മുറിയിലേക്ക് കയറി ചെന്നത്. ഈ കല്യാണ സാരിയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി അനു അടക്കവും ഒതുക്കവും അച്ചടക്കവും ഒക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കുമെന്ന്. കാരണം പാലക്കാട് നായർ കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്നതല്ലേ. ശരിക്കും ഈ മലയാള തനിമയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കണ്ണൻ്റെ സംസാരമൊക്കെ കേട്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ചിരിക്കല്ലേ നീ? കണ്ണൻ വീണ്ടും അവളുടെ വയറിലൊന്ന് കുത്തി. ബാക്കി പറയ്. ശ്രീ ചിരി ഒതുക്കി. പിന്നെന്താ, ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാനും തയ്യാറായി. ഓരോന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് അവളുടെ വീട്ടുകാരോടും അവളോടും ദേഷ്യം തോന്നിപ്പോയി. കാരണം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥയാണെന്ന് അറിയാമായിരുന്നിട്ടും അവർ ശരിക്കും ഞങ്ങളോട് ചെയ്തത് ചതിയല്ലേ. മാത്രമല്ല അവൾക്കും ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതും അവൾ ചെയ്തില്ല.
ആദ്യമൊക്കെ എനിക്ക് അവളോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും തോന്നിയിരുന്നു. പിന്നെ പിന്നെ ആയപ്പോൾ അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് പാവം തോന്നാൻ തുടങ്ങി. കാരണം ഒരിക്കലും അവളുടെ വീട്ടുകാർ ഇങ്ങനെ ഒരു കാര്യം അംഗീകരിച്ച് കൊടുക്കില്ലെന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്താലും ഞാൻ എൻ്റെ അമ്മയെ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നായിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചത്. 6 മാസം കഴിയുമ്പോൾ അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ ലക്ഷ്മിയുടെ കൂടെ എങ്ങനെയെങ്കിലും സെറ്റാക്കാമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത്. അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവളും കൂടി പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ദേഷ്യത്തിലായിരുന്നുവെങ്കിലും പിന്നീടൊന്നും മയപ്പെട്ടു. പക്ഷേ ഇപ്പോഴും എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവളെ എൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാ. പിന്നെ ഇപ്പോൾ വേറെ മരുമോളൊക്കെ ആയപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്കറിയില്ല. കണ്ണൻ ഇടം കണ്ണാലെ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. ഡിവോഴ്സായി. ലക്ഷ്മിയുടെ വീട്ടിൽ അതിലും വലിയ പ്രശ്നങ്ങളായിരുന്നു. അവളുടെ മൂത്തതായിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി, പോലീസ് കേസൊക്കെ ആയി. ഒടുക്കം അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വിധി വന്നു. അങ്ങനെ രണ്ടും ഒരു ഫ്ലാറ്റ് എടുത്ത് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. ഇപ്പോൾ സക്സസ് ആയിട്ട് പോകുന്നു. അതിൻ്റെ ഇടയിലാണ് താനും ഡിവോഴ്സായി എന്നൊക്കെ അറിഞ്ഞത്. പക്ഷേ അന്നേരം അതൊന്നും ശ്രദ്ധിക്കാൻ തോന്നിയില്ല. പക്ഷേ പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞു, നിങ്ങളമ്മയും മകളും ഇവിടെയുള്ള വീട്ടിലേക്ക് താമസം മാറിയെന്ന്. പിന്നീട് ഇടയ്ക്ക് അതുവഴിയൊക്കെ ഞാൻ വന്നിരുന്നു നിന്നെ ഒന്ന് കാണാൻ. പക്ഷേ നടന്നില്ല. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ലല്ലോ. പിന്നെ ഒരിക്കൽ ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിൽ വന്നപ്പോൾ നിന്നെ കണ്ടു. പക്ഷേ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. മുൻപ് കണ്ടതുപോലെ അല്ല. ഞാൻ കാണുന്ന സമയം നിനക്ക് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കണ്ടപ്പോൾ ശരിക്കും ക്ഷീണിച്ച് ആകെ വല്ലാത്തൊരു കോലമായിരുന്നു. അന്ന് അമ്മയും സതിയമ്മയും സംസാരിച്ച് നിന്നപ്പോൾ കാറിലിരിക്കുന്ന എൻ്റെ ശ്രദ്ധ മുഴുവൻ നിന്നിലായിരുന്നു. പക്ഷെ നീ ആകെ ഏതോ ലോകത്തെന്ന പോലെ എങ്ങോട്ടോ നോക്കി നിൽപ്പായിരുന്നു. പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞ് നിൻ്റെ ഡിവോഴ്സായ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മനസ്സിൽ അതങ്ങനെ ഒരു കരടായി കിടന്നിരുന്നു. പിന്നീട് ഇടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ നിന്നെ കാണാറുണ്ട്. അങ്ങനെ ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു നിന്നെ വിവാഹം ആലോചിക്കാമെന്ന്. പക്ഷേ ഇനിയും 1 വർഷം കൂടെ കഴിഞ്ഞു മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീ ഓക്കെ ആയാലോ എന്ന് കരുതി. 2 വർഷത്തിന് ശേഷം അമ്മ വന്ന് സതിയമ്മയോട് നിന്നെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അതൊക്കെ ആയി. പണ്ടെങ്ങോ കൈവിട്ടു പോയി എന്ന് ഞാൻ കരുതിയ എൻ്റെ പൊന്നിനെ കറങ്ങി തിരിഞ്ഞൊടുക്കുക എനിക്ക് തന്നെ കിട്ടി. അവൻ അവളുടെ കൈ പിടിച്ച് അതിലൊന്ന് അമർത്തി ഉമ്മ വെച്ചു. അവൻ്റെ മീശ അവളുടെ കൈവെള്ളയിൽ കുത്തിക്കൊണ്ടതും അവൾ വേഗത്തിൽ കൈ പിൻവലിച്ചു. പിന്നെ ഈ ആഗ്രഹിച്ചത് സ്വന്തമാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, നിന്നെ ഞാൻ സ്വന്തമാക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അതിന് മാറ്റുകൂട്ടാൻ എന്ന പോലെയാണ് ഞാൻ വിവാഹമെല്ലാം അത്രയോ ആർഭാടമായി തന്നെ നടത്തിയത്. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറി വിച്ച് ക്യാൻ ബി ഫോർ എവർ ചെറിഷ്ഡ്. കണ്ണടച്ച് കിടന്നുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? ശ്രീ കുറുമ്പോടെ ചോദിച്ചു. തൂക്കിയെടുത്ത് കൊണ്ടുപോയി കെട്ടുമായിരുന്നു. കണ്ണൻ ചിരിയോടെ പറഞ്ഞു. കണ്ണൻ ചിരിയോടെ ഒരു കഥ പറയുന്ന ലാഘവത്തോടെ പറയുന്നത് കേട്ടതും അവൾക്ക് അതിൽ കൂടുതലായി ഒന്നും അറിയാൻ തോന്നിയില്ല. കണ്ണൻ അതെല്ലാം പറയുമ്പോൾ അവൾക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ സങ്കടമോ ഒന്നും തോന്നിയില്ല. കാരണം അവൾക്ക് യാതൊരുവിധ വിഷമവും തോന്നാത്ത രീതിയിൽ അത്രയും സിമ്പിളായിട്ട് ഒരു കഥ പറഞ്ഞു തീർക്കുന്ന ലാഘവത്തോടെയാണ് കണ്ണൻ അവൻ്റെ ജീവിതം അവൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചത്. ഓരോന്ന് പറയുമ്പോഴും ഇടയ്ക്കുള്ളവൻ്റെ കുസൃതികളും തമാശകളും ഒക്കെ കൂടിയായപ്പോൾ അവൾക്ക് ശരിക്കും ഒരു കഥ കേൾക്കുന്നത് പോലെയാണ് തോന്നിയത്. പിന്നെയും കുറച്ചു സമയം രണ്ടുപേരും അവിടെ അങ്ങനെ ഇരുന്നു. നല്ല തണലൊക്കെയുള്ള സ്ഥലമായിരുന്നു. മാത്രമല്ല അധികം വെയിലുമില്ല. ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പുമുണ്ടായിരുന്നു. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയായപ്പോഴാണ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നേരെ പോയത് ശ്രീയുടെ ഗിരിപുരത്തുള്ള വീട്ടിലേക്കാണ്. അവിടെ വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കണ്ണേട്ടൻ ശ്രീദേവിനെയൊക്കെ എന്ത് ചെയ്തു? തിരികെയുള്ള യാത്രയിൽ പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം. കണ്ണൻ ഇത്ര സമയമായിട്ടും അവൾ എന്താണിത് ചോദിക്കാത്തത് എന്ന ആലോചനയിലായിരുന്നു. അവളുടെ ചോദ്യം കേട്ട് കണ്ണൻ അവളെ മുഖം ചരിച്ചൊന്ന് നോക്കി. തനിക്കവരെ കാണണോ? കണ്ണൻ അതാണ് തിരികെ ചോദിച്ചത്. വേണ്ട. അപ്പോൾ തന്നെ അവളുടെ മറുപടി എത്തി. കണ്ണൻ അവളെ സംശയത്തോടെ മുഖം ചരിച്ചു നോക്കി. ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത് അവരൊക്കെയാണ്. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. ഇനി ഒരിക്കലും അവരെ ഒന്നും താൻ കാണാൻ പോകുന്നില്ല. കണ്ണൻ്റെ ശബ്ദത്തിന് വല്ലാത്ത ഉറപ്പ്. കണ്ണൻ പറഞ്ഞത് കേട്ടതും ശ്രീ അവനെ ഞെട്ടലോടെ നോക്കി. കണ്ണേട്ടാ. അവളുടെ ഞെട്ടലോടെയുള്ള ശബ്ദം. താനിങ്ങനെ നോക്കണ്ട. ഞാൻ കൊന്നിട്ടൊന്നുമില്ല. എല്ലാവരും സേഫായിട്ട് എൻ്റെ കയ്യിലുണ്ട്. കണ്ണൻ ഒന്ന് ഊന്നി പറഞ്ഞു. ഞാൻ കോട്ടയത്തേക്ക് പോയി തിരികെ ഗിരിപുരത്തേക്കാണ് വന്നത്. കൂടെ എൻ്റെ ഫ്രണ്ട് സൂര്യശങ്കർ ഉണ്ടായിരുന്നു. ഹീസ് എ പോലീസ് ഓഫീസർ. അവൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ശ്രീദേവിനെയും അവൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാം കണ്ടെത്തിയത്. പിന്നെ 2 എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ തൻ്റെ പേരിലുള്ള വീടും സ്ഥലവും ഒക്കെ ഇങ്ങ് തിരിച്ചു തന്നു. പിന്നെ തന്നോട് പറയാത്തൊരു കാര്യം കൂടിയുണ്ട്. കണ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീ അവനെ സംശയത്തിൽ നോക്കി. ഞാനന്ന് താനുമായി ഓഫീസിൽ വന്നപ്പോൾ ഒരനഘയെ അന്വേഷിച്ചത് ഓർക്കുന്നുണ്ടോ?
എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അനഘ. കണ്ണൻ അവൾക്ക് ഓർത്തെടുക്കാൻ പാകത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ശ്രീ ഒന്ന് ഓർത്തു നോക്കി. അവൻ മനുവിനോട് അനഘയെ ചോദിച്ചത് അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. അവൾ അത് ഓർക്കുന്നുണ്ട് എന്ന രീതിയിൽ തലയാട്ടി. ആ അനഘ ശ്രീദേവിൻ്റെ ഭാര്യയായിരുന്നു. അവൻ നിസാരമായി പറഞ്ഞു. ശ്രീ വീണ്ടും അവനെ കണ്ണുമിഴിച്ചു നോക്കി. കണ്ണേട്ടൻ ഇതൊക്കെ എങ്ങനെ? കുറച്ചു സമയത്തെ അന്തിച്ചുള്ള ഇരിപ്പിന് ശേഷം ശ്രീ അവനോട് ചോദിച്ചു പോയി. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ജിതിനില്ലേ? ശ്രീ തലയാട്ടി. അനഘ ജിതിൻ്റെ ആദ്യ കാമുകിയായിരുന്നു. അവൾ ഞങ്ങൾ മുംബൈയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. ശ്രീ എല്ലാം കേട്ടിരുന്നു. ഇതൊക്കെ വല്ലാത്ത വെളിപ്പെടുത്തലുകളായിപ്പോയി. കണ്ണൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ചെയ്തിരിക്കുന്നതെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നും അല്ല കണ്ണനെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ജിതിനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതൊക്കെ ആയി. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ശ്രീദേവിനെ കൊടുക്കി. ഇപ്പോൾ കറൻ്റ്ലി 4 പേര്. ശ്രീദേവ്, സുമതി, രാഘവൻ, അനഘ. ഇവർ 4 പേരും ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണ്. കണ്ണേട്ട, പോലീസ് കേസ്? അവളുടെ ഭയത്തോടുള്ള ചോദ്യത്തിന് അവനൊന്ന് ചിരിച്ചു. ഇവിടെ പോലീസ്, കോടതി ഒക്കെ ഞാനാണ്. എന്തുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ കൂടി എനിക്കറിയാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കില്ലല്ലോ. അവൻ്റെ നിസ്സാരമായിട്ടുള്ള മറുപടി. പക്ഷേ അവളുടെ മുഖം തെളിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും ഭയം തന്നെയാണ്. താനിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീ. ഈ ശ്രീദേവ് എന്ന് പറയുന്നവൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ എന്തോ തിരിമറിയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ അവനെയും വീട്ടുകാരെയും എല്ലാം പോലീസ് അന്വേഷിച്ച് നടപ്പാണ്. എങ്ങനെ പോയാലും ഒന്നില്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ. അങ്ങനെ. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമൊന്നും ആയിരിക്കില്ല. ഇനി എന്തായാലും 4ഉം പുറംലോകം കാണില്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കണ്ണൻ്റെ തീരുമാനിച്ചുറപ്പിച്ച മറുപടി. ഇനി അതിനെതിരായി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ശ്രീക്ക് മനസ്സിലായി. പിന്നെ അനഘയെ വൈകാതെ അറസ്റ്റ് ചെയ്യും കേട്ടോ. അവൾക്ക് കുറച്ച് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. സോ അടുത്ത് തന്നെ സൂര്യൻ അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ 3 പേരാവും. അപ്പോൾ അവൾ ആരോടെങ്കിലും പറഞ്ഞാലോ? നോ വറീസ്. അതൊക്കെ വേണ്ട വിധത്തിൽ സൂര്യൻ മാനേജ് ചെയ്യും. പക്ഷേ എന്നിട്ടും അവൾക്ക് മുഖത്തൊരു തെളിച്ചമില്ല. അവളുടെ മുഖത്ത് കണ്ണൻ എന്തെങ്കിലും പറ്റുമോ എന്ന ആദിയാണ്. പാർവതി, താനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ നിന്നോട് ചെയ്തതിന് ഇത്രയുമെങ്കിലും ശിക്ഷ അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ മാത്രം ചിന്തിക്ക്. കണ്ണൻ അവളെ ശകാരിക്കുന്നത് പോലെ പറഞ്ഞു. ശ്രീ അപ്പോഴും മുഖം വീർപ്പിച്ചിരുന്നു. അവരവരുടെ പാട്ടിന് വിട്ടേക്ക് കണ്ണേട്ടാ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? അവൾ വീണ്ടും ചോദിച്ചു. ഹോ, ഇതൊക്കെ ഇവളോട് പറയണ്ടായിരുന്നു. കണ്ണൻ ആത്മകഥിച്ചു. എടോ, താൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് അങ്ങോട്ട് ചിന്തിച്ചേക്ക്. വേണ്ടതെല്ലാം ഞാൻ തീരുമാനിച്ചും ചെയ്തും കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കണ്ണൻ്റെ ശബ്ദവും ഗൗരവത്തിലായി. പിന്നെ അവളൊന്നും മിണ്ടാൻ നിന്നില്ല. മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരുന്നു. കണ്ണനും വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല. കാരണം ഈയൊരു കാര്യത്തിൽ സ്ത്രീയല്ല ദൈവം നേരിട്ട് വന്നിറങ്ങി പറഞ്ഞാൽ പോലും താൻ തീരുമാനിച്ചതിൽ നിന്ന് ഒരു നീങ്ങിപ്പോക്കില്ലെന്നവൻ ഉറപ്പിച്ചതാണ്. വൈകുന്നേരം ഏകദേശം 4 മണിയായപ്പോൾ തിരികെ എത്തിയിരുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് പകരം കണ്ണൻ നേരെ ഓഫീസിലേക്കാണ് പോയത്. കണ്ണൻ ഇറങ്ങിയിട്ടും ശ്രീ കാറിൽ തന്നെ ഇരിപ്പാണ്. ഇറങ്ങുന്നില്ലേ? അവളുടെ സൈഡിലെ ഡോറ് വന്ന് തുറന്നു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ അവനെ ഒന്ന് നോക്കി മുഖം വെട്ടിത്തിരിച്ച് പുറത്തേക്കിറങ്ങി. ശേഷം നേരെ ഓഫീസിലേക്ക് നടന്നു. കണ്ണന് അവളുടെ ഈ കാട്ടായങ്ങളൊക്കെ കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഇനി അതിൽ ചിരിച്ച് വേറെ പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട എന്ന് കരുതി അവൻ അത് അടക്കി പിടിച്ചു. മനുവിനെയാണ് നേരെ കണ്ടത്. അവൻ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ടും അവൾ അവനെ മൈൻഡാക്കാതെ നേരെ കണ്ണൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. മനു ആണെങ്കിൽ അവൾക്കിതെന്ത് പറ്റി എന്ന രീതിയിൽ അവളെ നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ കണ്ണൻ വരുന്നത് അവൻ കാണുന്നത്. മനു കണ്ണുകൾ കൊണ്ട് സ്ത്രീക്ക് എന്തു പറ്റി എന്ന രീതിയിൽ അവനോട് ആംഗ്യം കാണിച്ചു. കണ്ണൻ അവളോടെല്ലാം പറഞ്ഞു എന്ന രീതിയിൽ അവനെയും തിരികെ ആംഗ്യം കാണിച്ചു. മനുവിൻ്റെ കണ്ണുകളാണെങ്കിൽ ഇപ്പോൾ വെളിയിലേക്ക് വരുമെന്ന രീതിയിൽ തുറച്ചുപോയി. എടാ കണ്ണ, ശരിക്കും നീ അവളോടെല്ലാം തുറന്നു പറഞ്ഞോ? പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കടപ്പുറത്ത് വെച്ച കണ്ട് പരിചയം പോലും ഇല്ലാതെ എന്നെ വിട്ടിറങ്ങി മുന്നിൽ നടന്നു പോയത്. എന്നെ കണ്ടിട്ട് അവൾ മൈൻഡ് ചെയ്തില്ലടാ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിനക്കറിയാമെന്നും കൂടി പറഞ്ഞായിരുന്നു. കണ്ണൻ നിസാരമായി പറഞ്ഞതും മനു അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ശേഷം 2 പേരും കൂടി ഒരുമിച്ച് ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൾ അവിടെ കസേരയിലിരിക്കുന്നുണ്ട്. മുഖം നേരത്തെ ഉള്ളതുപോലെ തന്നെ വീർത്ത് കെട്ടിയാണ് ഇരിക്കുന്നത്. ശ്രീകുട്ടി, മനു അവളെ വാത്സല്യത്തോടെ വിളിച്ചു. പക്ഷേ അവൾ അതിന് ചെവി കൊടുത്തില്ല. കണ്ണന് പിന്നെ അവളുടെ സ്വഭാവം ഏകദേശം ധാരണയുള്ളതുകൊണ്ട് നേരെ വന്ന് തൻ്റെ കസേരയിലിരുന്നു. അവളെ വെറുതെ ഒന്ന് നോക്കിക്കൊണ്ട് നേരെ ലാപ്ടോപ്പ് തുറന്ന് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. മനു അവനെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ അടുത്തുള്ള കസേരയിലായിരുന്നു. എന്താണ് മുഖമാകെ ഇങ്ങനെ ഇരിക്കുന്നത്? 2 പേരും കൂടി വഴക്കിട്ടോ? മനു ഒന്നും അറിയാത്തതുപോലെ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. അവൻ്റെ നിഷ്കളങ്കതയോടെയും വാത്സല്യത്തോടെയുമുള്ള ചോദ്യം കേട്ടതും ശ്രീ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി.
മനു അതിന് അവളെ നോക്കി നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു. മനുവേട്ടാ, കൂടുതൽ അഭിനയിക്കാൻ നിൽക്കല്ലേ. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും മനുവേട്ടനോട് ഇതൊക്കെ പറയാതിരിക്കില്ലെന്നത് എനിക്ക് 100% ഉറപ്പാണ്. അവൾ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.